നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സർപ്പദോഷം, നാഗദൈവങ്ങളെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നാണ് പറയുന്നത്. സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക, സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക, സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷം ഉണ്ടാകുന്നു. ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുക, അവരെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക, പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുകയോ ആരാധന മുടക്കുകയോ ചെയ്യുക, വേണ്ട രീതിയിൽ പൂജിക്കാതിരിക്കുക തുടങ്ങിയവ നാഗകോപത്തിന് കാരണമാകുന്നു. ജന്മാന്തരങ്ങൾ കൊണ്ട് അനുഭവിച്ചാലും തീരാത്ത പ്രയാസങ്ങൾ നാഗകോപത്താൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അല്പായുസ്, സന്താനമില്ലായ്മ, വംശനാശം, മഹാരോഗം, ദാരിദ്ര്യം, ഭ്രാന്ത് തുടങ്ങിയവ നാഗകോപത്താൽ സംഭവിക്കുന്നു. ഇനി നാഗദൈവങ്ങളെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് നോക്കാം. സർപ്പദോഷ നിവാരണങ്ങൾ: സർപ്പബലി നടത്തുക, 100 പാലും നിവേദിക്കുക, ഉപ്പ്, മഞ്ഞൾ, സർപ്പവിഗ്രഹം, പുറ്റ്, മുട്ട എന്നിവ നടയിൽ സമർപ്പിക്കുക, പാൽ, ഇളനീർ, എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകളാണ്. സർപ്പദോഷം മൂലമുണ്ടാകുന്ന ചൊറി, വ്യാധി, വെള്ളപ്പാണ്ട്, കുഷ്ഠം, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് പുള്ളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട്ട് പാടിച്ചാൽ മതിയാകും. സൽപുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് ഉത്തമമാണ്. എരിക്കിൻ പൂവും കൂവളത്തിലയും ചേർത്ത് കെട്ടിയ മാല നാഗരാജാവിനും, വെളുത്ത ചെമ്പകപ്പൂക്കളും മഞ്ഞ അരളിയും ചേർത്ത് കെട്ടിയ മാല നാഗയക്ഷിക്കും, കവുങ്ങിൻ പൂക്കിലയും ചെത്തിപ്പൂവും ചേർത്ത മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗദേവതകൾക്ക് സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. ഭാഗവതത്തിലും നാരായണീയത്തിലും കാളിയമർദ്ദനം വിവരിക്കുന്ന ഭാഗം പാരായണം ചെയ്താൽ നാഗദോഷം ഒഴിവാക്കാവുന്നതാണ്. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും ഗൃഹത്തിൽ ഐശ്വര്യത്തിനും വേണ്ടി സർപ്പബലി നടത്താം. നീച സർപ്പങ്ങളുടെ ദോഷം തീരാൻ സർപ്പപ്പാട്ടും ഉത്തമ സർപ്പങ്ങളുടെ ദോഷപരിഹാരത്തിന് സർപ്പബലിയുമാണ് പ്രതിക്രിയ. കവുങ്ങിൻ പൂക്കിലെ മാലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചും ചന്ദനം ചാർത്തിയും കരിക്ക്, പാൽ, പനിനീർ എന്നിവയാൽ അഭിഷേകം നടത്തിയും നെയ്യ്, അപ്പം, പായസം എന്നിവ നേദിച്ചും 100 പാലും കൊണ്ട് സർപ്പബലി നടത്തിയും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താവുന്നതാണ്. ദിവസത്തിൻ്റെ അധിപതിയായ നാഗദേവതകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ബ്രഹ്മാവ് ഓരോ നാഗങ്ങളെയും ഓരോ ദിവസത്തിൻ്റെ അധിപതികളായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരെ സ്മരിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വാസമുണ്ട്. ഞായറാഴ്ച അനന്തൻ, തിങ്കൾ വാസുകി, ചൊവ്വ തക്ഷകൻ, ബുധൻ കാർക്കോടകൻ, വ്യാഴം പത്മൻ, വെള്ളി മഹാപത്മൻ, ശനി കാളിയൻ, ശംഖപാലൻ. നാഗങ്ങൾക്ക് 100 പാല് നിവേദിക്കുക എന്നത് ഒരു പ്രധാന ആചാരമാണ്. അധികമായും സർപ്പദോഷം, രാഹുദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരു അളവ് വരെ കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു എന്ന് വിശ്വാസം. ഈ ആരാധന പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തിവരുന്നു. ഇതുകൂടാതെ സർപ്പക്കാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം 100 പാലും വഴിപാട് നടത്താറുണ്ട്. ഇതുകൊണ്ട് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 100 പാലും നിവേദ്യത്തിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം. തൻ്റെ പിതാവായ പരീക്ഷിത്ത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ കൊന്ന വിവരം അറിഞ്ഞ ജനമേജയ രാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്തി. പുരോഹിതന്മാർ ഓരോരോ നാഗങ്ങളുടെ പേർ പറഞ്ഞു വരുത്തി അവരെ യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നതായിരുന്നു ആ യാഗം. തക്ഷകനെ ഉദ്ദേശിച്ചായിരുന്നു യജ്ഞം. എങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് നാഗങ്ങൾ അഗ്നിയിൽ എരിഞ്ഞു തീർന്നു. തക്ഷകൻ തൻ്റെ ആത്മമിത്രമായ ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലാണെന്ന് മനസ്സിലാക്കിയ രാജാവ് യജ്ഞത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഒരുപാട് പാവം നാഗങ്ങൾ പൊള്ളലും മുറിവും ഒക്കെയായി കഷ്ടപ്പെട്ടു. വളരെയധികം എണ്ണം കൊല്ലപ്പെടുകയും ചെയ്തു. നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവം യജ്ഞം അവസാനിപ്പിച്ചു. അങ്ങനെ യജ്ഞം ഫലപ്രാപ്തിയിലെത്താതെ അവസാനിക്കുകയും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും വേദനയും ദാഹവും ചൂടും ഒക്കെയായി കഷ്ടപ്പെടുകയും ചെയ്തു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെയുള്ള അവരുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ആദിശേഷ നാഗം തൻ്റെ നാഥനായ മഹാവിഷ്ണുവിങ്കൽ ഈ വൃത്താന്തങ്ങൾ ഉണർത്തിക്കുകയും എന്തെങ്കിലും പരിഹാരം കാണുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. ആദിശേഷൻ്റെ പ്രാർത്ഥന മാനിച്ച് വിഷ്ണുദേവൻ നാഗങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് വരുത്തി അവരുടെയെല്ലാം ദേഹത്ത് മഞ്ഞൾപ്പൊടി കരിക്കും വെള്ളത്തിൽ കലക്കി അടയ്ക്കാപ്പൂവിൽ മുക്കി തളിച്ചു. അതുകൊണ്ട് അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. നാഗങ്ങളെ സന്തോഷിപ്പിച്ച് സൗഖ്യമാക്കിയത് ഒരു ആയില്യം നാളിലായിരുന്നു. അങ്ങനെ ആയില്യനാൾ നാഗങ്ങളുടെ ഇഷ്ടനാളാവുകയും ചെയ്തു.
നാഗങ്ങൾക്ക് 100 പാലും നൽകിയാൽ അവർ സന്തുഷ്ടരാകുമെന്നും നമ്മെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നു. അതിനാൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തതി പരമ്പരകൾക്കും വേണ്ടി ആയില്യം നാളിൽ 100 പാലും കഴിക്കുന്നു. നാഗദേവതമാരെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി.